നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസ് കേരളത്തെ നടുക്കിയ ക്രൂരതയ്ക്ക് 8 വർഷത്തിന് ശേഷം വിധി വരുന്നു. ഡിസംബർ 8-ന് കോടതി അന്തിമമായി പറയാൻ പോകുന്ന വാക്ക് നീതിയാണോ വിജയിക്കുക, സ്വാധീനമാണോ ജയിക്കുക? സിനിമയിലെ പ്രബലൻ പ്രതിയായി നിൽക്കുന്ന ഈ കേസ്, തെളിവുകൾ തകർക്കാൻ ശ്രമം, സാക്ഷികളെ പ്രലോഭിപ്പിക്കൽ, അന്വേഷണം വഴിതെറ്റിക്കാൻ നീക്കം, എല്ലാം ആരോപണ പത്രത്തിൽ. ഒരു നടിയെ അപമാനിച്ച് ഉണ്ടാക്കിയെടുത്ത വീഡിയോ, അതിന് പിന്നിൽ ദിലീപിന്റെ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. വിധി അടുത്തിരിക്കുന്നു. നീതി വൈകിയെങ്കിലും കിട്ടുമോ? അല്ലെങ്കിൽ ശക്തരും പണമുള്ളവരും നിയമം വളച്ചൊടിക്കുന്ന മറ്റൊരു ഉദാഹരണമായി മാറുമോ? മെമ്മറി കാർഡിന്റെ രഹസ്യവും ദിലീപിന്റെ സ്വാധീന ശക്തിയും ഈ കേസിന്റെ വിധിയെ നിർണ്ണയിക്കുന്ന ഇരുവശവാളുകളാകുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പൾസർ സുനിക്ക് പിന്നിലുള്ള ശക്തിയെ കോടതി കാണുമോ? നടിയെ ആക്രമിച്ച കേസിൽ 8 വർഷവും 10 മാസവും എടുത്താണ് വിധി വരാൻ പോകുന്നത്. നീണ്ട അന്വേഷണം, അതിനുശേഷം നീണ്ട വിചാരണ. ഇതിനൊടുവിൽ ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ തന്നെ വിചാരണ പൂർത്തിയായതാണ്. അതിനുശേഷം വിധി വരുന്നതും വൈകിയാണ്. ഡിസംബർ 8-ന് വിധി വരാൻ പോവുകയാണ്. നടൻ ദിലീപിന് ശിക്ഷ കിട്ടുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ദിലീപിന്റെ വിധി നിർണ്ണയിക്കുന്ന ദിവസമായി മാറുകയാണ് ഡിസംബർ 8. ഒന്നാം പ്രതി പൾസർ സുനിയും തുടർന്നുള്ള പ്രതികൾ പൾസർ സുനിയുടെ കൂട്ടാളികളും ആണെങ്കിലും 8ാം പ്രതിയിലേക്കാണ് ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദിലീപാണ് കേസിലെ 8ാം പ്രതി. ഏറെ വിവാദങ്ങൾ കണ്ട കേസ്, അട്ടിമറി നീക്കങ്ങൾ കണ്ട ദീർഘമായ കേസ് അന്വേഷണവും അതിനുശേഷമുള്ള വിചാരണയും. മെമ്മറി കാർഡ് എന്ന അതീവ രഹസ്യമായ ഒരു തെളിവ് മൂല്യമുള്ള വസ്തു. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങൾ, കോടതി മുറിയിൽ വെച്ച് പോലും മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചു തുടങ്ങിയ വിവാദങ്ങൾ, അത് ശരിയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തൽ, കോടതിയെ പോലും സംശയനിഴലിലാക്കിയ അന്വേഷണങ്ങൾ. ബലാത്സംഗത്തിന് ദിലീപ് കൊട്ടേഷൻ നൽകിയെന്ന കേസ്, അതായത് റേപ്പ് കൊട്ടേഷൻ എന്ന അപൂർവമായ ഒരു കേസ് കൂടിയായി മാറുകയായിരുന്നു നടിയെ ആക്രമിച്ച കേസ്. ആ കേസിലാണ് വിധി വരാൻ പോകുന്നത്. കേരളം കാത്തിരിക്കുന്ന വിധി ഡിസംബർ 8-നാണ്. പ്രബലൻ ഉൾപ്പെട്ട ഈ കേസിൽ വിധി അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പോലും ഉണ്ടായിരുന്നു. അതായത് വിചാരണ സമയത്ത് പോലും നിരവധി ഹർജികൾ വരികയും വിചാരണ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത കാര്യം കേരള സമൂഹത്തിന് അറിയാവുന്നതാണ്. പ്രൈം ഡിബേറ്റിൽ ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീമതി TB മിനി, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ സംഗമേശ്വരൻ മാണിക്യം, ശ്രീ സജി നന്ദ്യാട്ട് എന്നിവർ ചേരുകയാണ്. ആദ്യം അഡ്വക്കേറ്റ് TB മിനി, ഈ കേസിൽ താങ്കൾ തന്നെ തുറന്നു പറഞ്ഞതാണ്, ഇത് ഇരയായ നടിക്ക് പോലും കോടതി മുറിയിൽ ചില മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്ന്. അത്രമാത്രം നിങ്ങൾക്ക് മാനസിക വൈഷമ്യം ഉണ്ടാക്കിയ ഒരു കേസ് കൂടിയാണ് ഇത്. അന്വേഷണ ഘട്ടത്തിൽ മാത്രമല്ല, വിചാരണ സമയത്തും. ഈ തെളിവ് മൂല്യമുള്ള കാര്യങ്ങൾ കോടതിയിൽ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ധാരാളം തെളിവുകൾ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കോടതി അപ്രീഷിയേറ്റ് ചെയ്യും, എന്തൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യില്ല, അത് നമ്മൾക്ക് ഈ സമയത്ത് പറയാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, അതിൽ ഇടപെടുന്നത് അഭിഭാഷകർ എന്ന നിലയിൽ ശരിയുമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കാത്തിരിക്കുക എന്നല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. ഒരു കോൺസ്പിറസി കേസിൽ സാധാരണ നിലയിൽ ഉള്ളതിനേക്കാൾ ധാരാളം എവിഡൻസുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൃത്രിമമായ തെളിവുകളുമല്ല. അപ്പം അതിൽ എന്തൊക്കെയാണെന്നൊന്നും ഞാൻ പറയണില്ല. ലോകം മുഴുവനുള്ള മലയാളികൾ കാത്തിരിക്കുന്ന ദിവസം തന്നെയാണ് ഡിസംബർ 8 എന്ന് പറയുന്നത്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, ഇപ്പോൾ ചർച്ചയിലുള്ള രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് നടിക്ക് നീതി കിട്ടണം തന്നെയാണ്. പലപ്പോഴും ചർച്ചകളിൽ അദ്ദേഹവും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും ഈ രാഹുൽ ഈശ്വറെ പോലെയുള്ളവർ പറയുന്നത് നടിക്ക് നീതി കിട്ടുന്നത് 1ാം പ്രതിയായ പൾസർ സുനിക്കും തുടർന്നുള്ള പ്രതികൾക്കും ഒക്കെ ശിക്ഷ കിട്ടുമ്പോഴെന്നാണ്. അവിടെയൊക്കെ സൗകര്യപൂർവ്വം അവരൊക്കെ വിട്ടുകളയുന്നത് 8ാം പ്രതിയായ ദിലീപിന്റെ പങ്കാളിത്തമാണ്. ഗൂഢാലോചന തെളിയിക്കുന്നതിന് വേണ്ടി, അത് പലപ്പോഴും കോടതി മുറികളിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, അതിനാവശ്യമായ തെളിവുകൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഗൂഢാലോചന തെളിയിച്ചു കഴിഞ്ഞാൽ അതിൽ ശിക്ഷ ഉറപ്പിക്കുമ്പോൾ, ഇതൊരു റേപ്പ് കേസ് കൂടി ആയതിനാൽ
ഈ മറ്റു പ്രതികൾക്ക് കിട്ടുന്ന, ഇതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത പ്രതികൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ലഭിക്കുവാനുള്ള സാധ്യത പോലും ഉണ്ട്. അപ്പോൾ ഈ 8ാം പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ, അതാണല്ലോ നിർണായകം. അത് തന്നെയാണല്ലോ ഈ വിചാരണ പോലും നീട്ടിക്കൊണ്ട് പോയത്. ഇടയ്ക്ക് ചില ഹർജികൾ വരുന്നു, ഇടപെടലുകൾ വരുന്നു, മെമ്മറി കാർഡ് എന്നുള്ള ആ അതീവ തെളിവ് മൂല്യമുള്ള വസ്തുവിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ വരുന്നു. ഇത് ഈ കേസിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? താങ്കൾ നേരിട്ടുള്ള അറിവുള്ളതാണല്ലോ, കോടതി മുറിയിൽ താങ്കൾ വാദിച്ചിട്ടുള്ള കാര്യമാണല്ലോ, പറയാവുന്ന കാര്യങ്ങൾ പറയുക. ഇതായിരുന്നോ ഏറ്റവും വലിയ സമസ്യ, 8ാം പ്രതിയെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങളും സ്വാധീനവുമൊക്കെ? അതെ, തീർച്ചയായിട്ടും 8ാം പ്രതി എന്ന് പറയുന്ന ഒരാൾ ഈ കേസിൽ പ്രതിയായി വന്നത് തന്നെയാണ് ഈ കേസ് ഇത്രയും നീണ്ടുപോകാനായിട്ടുള്ള ഒരു കാരണം. അതല്ലെങ്കിൽ ഈ കേസ് നേരത്തെ തന്നെ ട്രയൽ നടത്തി ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായി പോയേനെ. ഇതിന് 8ാം പ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അറസ്റ്റിലാകുന്നു. 2ാം ഘട്ടത്തിലാണത്. ആദ്യത്തെ അന്വേഷണം കഴിഞ്ഞ് ആ അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് റീഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി 8ാം പ്രതി എന്ന് പറയുന്ന പ്രമുഖ നടൻ ഇതിൽ പ്രതിയായി മാറുന്നത്. അതിനുശേഷമാണ് ഇതിൽ കൂടുതലായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ വരുന്നത്, അന്വേഷണത്തിൻ്റെ സ്വാധീനം വരുന്നത്, സാക്ഷികളെ സ്വാധീനിക്കുന്നത്. അദ്ദേഹം ബെയിലിന് പുറത്തു വന്നതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും ആ നിലയിൽ ഈ കേസിനെ ടോർപ്പിഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൽ 2 പ്രതികൾ, 2 പ്രധാനപ്പെട്ട പ്രതികളായിരുന്നത് അഡ്വക്കേറ്റ്സ് ആണ്. ഈ 2 അഡ്വക്കേറ്റ്സും ഇതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കേസ് നിലവിലുണ്ട്. ആ കേസിൽ ഈ 2 അഡ്വക്കേറ്റ്സിനെയും ഡിസ്ചാർജ് ചെയ്തു ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പ്രധാന തെളിവ് എന്ന് പറയുന്ന മെമ്മറി കാർഡ്, ആ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് ട്രയൽ നടക്കണതിൻ്റെ തലേ ദിവസം അറിഞ്ഞെങ്കിലും ആ ട്രയലിൽ ത്രൂ ഔട്ട് മാറിയ ഹാഷ് വാല്യൂ പറയാൻ പറ്റാതെ യഥാർത്ഥത്തിൽ പഴയ ഹാഷ് വാല്യൂവിലായിരുന്നു അതിൻ്റെ ട്രയൽ നടന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് വലിയ അതായത് ഒരു വിക്ടിമിൻ്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി അടക്കം സുപ്രീം കോടതിയിൽ അടക്കമുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നത്. ഈ കേസിൽ തന്നെയാണ് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോകുന്നു. പുതിയ ഒരു പ്രോസിക്യൂട്ടർ വരുന്നു. ആ പ്രോസിക്യൂട്ടറും വലിയ രീതിയിലുള്ള സ്ട്രഗിൾ നടത്തി തന്നെയാണ് ഈ കേസിൻ്റെ നടത്തിപ്പ് നടത്തിയിരിക്കുന്നത്. ആർഗ്യുമെൻ്റ് നോട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ പ്രതികളെല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടും എന്നത് തന്നെയാണ്. ഒരു കോടതികളെ സംബന്ധിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് വ്യത്യസ്തമായി എൻ്റെ കാഴ്ചപ്പാട്, ഞാൻ വിക്ടിമിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാജരാക്കപ്പെട്ടിട്ടുള്ള തെളിവുകൾ നല്ല തെളിവുകളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം കോടതി 2 പക്ഷത്തിനെയും പരിഗണിക്കുന്നതാണ് കോടതി. അപ്പോൾ കോടതിക്ക് സ്വാഭാവികമായും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാവുന്ന എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്കാണ്. അപ്പോൾ അതും പരിഗണിക്കപ്പെടും. ഈ കേസിൽ പ്രമുഖ നടൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇത്രയും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നീതി കിട്ടണമെങ്കിൽ ഈ കോൺസ്പിറസി പാർട്ടിൽ കൂടി ഒരു ശിക്ഷ വിധിക്കപ്പെടുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നീതി കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം മുന്നാണ് ഇതിലെ 1ാം പ്രതി തന്നെ ഒരു ചാനലിൽ വന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഈ കുറ്റകൃത്യം ചെയ്തത്, ആരാണായിരുന്നു അതിൻ്റെ പിന്നിൽ, എന്തുകൊണ്ടാണ് നടി ആവശ്യപ്പെട്ട കാര്യങ്ങൾ സ്വീകരിച്ച് ഈ റേപ്പിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ ആൾക്ക് കഴിയാതിരുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം അതൊക്കെ സമൂഹത്തിൽ ആദ്യമായി നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു പ്രതി തന്നെ വന്നിട്ട് ഞാൻ ഈ കുറ്റം ചെയ്തു എന്ന് പറയുകയും അത് ഇന്ന ആൾ പറഞ്ഞിട്ടാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരം സന്ദർഭങ്ങളും സംഭവങ്ങളും ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ജുഡീഷ്യറിയെ വലിയ രീതിയിൽ ബാധിച്ച, അതിൻ്റെ വിശ്വാസ്യതയെ വലിയ രീതിയിൽ ബാധിച്ച ഒരു കേസ് കൂടിയാണ്. കാരണം 2 പ്രോസിക്യൂട്ടർമാരിൽ ഒരാൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് കോടതിയിൽ കേസ് നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത്തരമുള്ള ഒരു കേസ് ഫയൽ ചെയ്യണത്. അപ്പോൾ ത്രൂ ഔട്ട് അത്തരത്തിലുള്ള സംശയത്തിൻ്റെതായിട്ടുള്ള നിഴൽ വിചാരണ കോടതി നേരിട്ടുണ്ട്.
അപ്പം ഞങ്ങൾ അവിടെ ട്രയൽ നടത്തി പോന്നിട്ടുള്ള ആളുകളാണ്. ഞങ്ങളുടെ തെളിവുകളെല്ലാം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. ശരി, അത് ശരിയാണ്. അത് മറ്റു കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അപക്വമാണ്. വിധി എന്തായിരിക്കും എന്നൊക്കെ പറയുന്നത് അപക്വമായ കാര്യമായതിനാൽ അതിലേക്ക് പോകുന്നില്ല. ശ്രീ സജി നന്ദ്യാട്ട്, ഇതിപ്പോൾ കോടതിയിൽ നടന്നതിനേക്കാൾ കൂടുതൽ വാഗ്വാദങ്ങൾ ഇക്കാര്യത്തിൽ കോടതിക്ക് വെളിയിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് താങ്കളൊക്കെ ഉൾപ്പെടുത്ത ചർച്ചകളിലൊക്കെ ഒരുപാട് തവണ ഇതേക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നതിൽ രണ്ട് പക്ഷം ചേർന്നുള്ള വാഗ്വാദങ്ങൾ. പക്ഷേ എല്ലായ്പ്പോഴും പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കേസിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അതിനൊറ്റ കാരണം അതിൽ മറ്റു പ്രതികളുടെ സ്വാധീനമല്ല. ഇപ്പോൾ പൾസർ സുനിയെയോ മാർട്ടിൻ ആന്റണിയുടെയോ ഒന്നും സ്വാധീനമല്ല, മറിച്ച് ദിലീപ് എന്ന ഒരൊറ്റ വ്യക്തിയുടെ സ്വാധീനമാണ്. അദ്ദേഹം പ്രബലനാണ്, അതുകൊണ്ട് തന്നെ ഈ സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ വിചാരണ പോലും നീണ്ടുപോയത്. എത്രയോ ഹർജികൾ ഇതിനിടയിൽ വന്നു. മെമ്മറി കാർഡിൻ്റെ ദുരുപയോഗം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ, മെമ്മറി കാർഡ് തുറന്നു നോക്കിയതിൽ കോടതി മുറികളെ പോലും സംശയനിടലാക്കിയ സംഭവങ്ങൾ. അപ്പോൾ ആ ഒരൊറ്റ പ്രബലന്റെ സാന്നിധ്യം ഈ കേസിനെ അട്ടിമറിക്കുമോ എന്നുള്ള ചിന്ത കോടതിക്ക് വെളിയിലുണ്ട്. ശ്രീ സജി നന്ദ്യാട്ട്, ഇപ്പോഴും അല്ല, ഒന്നാമത്തെ കാര്യമേ, ഈ 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെടുന്നത്. പൾസർ സുനി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? ഫെബ്രുവരി 23, 6 ദിവസം കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ദിലീപ് അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാ? 4 മാസം കഴിഞ്ഞാൽ, ജൂലൈ 10-ാം തീയതിയാണ്. ആലോചിച്ച് നോക്കി, ലോകത്തെവിടെയും അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതിനിടെ നടന്ന നാടകമാണ്. ഒന്നാമത്തെ ആദ്യമേ ഇതൊരു ഒരു കൊട്ടേഷനാണ്. ആർക്കെതിരെയുള്ള കൊട്ടേഷനാണ്? ദിലീപിനെതിരെയുള്ള കൊട്ടേഷനാണ്. ആ കൊട്ടേഷന് വേണ്ടി ഒരു തിരക്കഥ ഉണ്ടാക്കി ഈ നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ്. കാരണം കാവ്യ മാധവൻ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന കാരണം. അതാണ് അത്. ബാക്കി ഞാൻ പിന്നെ പറയാം, 8-ാം തീയതി പറയാം. കാവ്യ മാധവൻ വിവാഹം കഴിച്ചു എന്നുള്ളതായിരുന്നു ഇതിന്റെ അടിസ്ഥാന ബേസിക് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അതിനുള്ള ചുരുക്ക് തീർത്തതാ. നല്ല തിരക്കഥ സംഭാഷണം എഴുതി. ഇതിനു മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പൾസർ സുനിയെ സിനിമയ്ക്കകത്തുനിന്ന് തന്നെ ഇവര് പിക്ക് ചെയ്തു. അതിനുശേഷം നടന്ന നാടകങ്ങളാണ്. അപ്പം ഇതൊരു ആദ്യമേ നമ്മളെല്ലാം വിശ്വസിക്കും, എല്ലാവരും. ഞാൻ വിശ്വസിച്ചിട്ടില്ല, കാരണം ഞാൻ എൻ്റെ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് അത്യാവശ്യം ബോധവും ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ, നിങ്ങൾക്കറിയാമായിരിക്കും, മഞ്ജുഷ അറിയാമായിരിക്കും, മഞ്ജുഷ അന്ന് മാതൃഭൂമി വർക്ക് ചെയ്യുക. കേരളത്തിൽ ആദ്യം ദിലീപിന് വേണ്ടി വർത്താനം പറയാമെന്ന് ഞാനാ. രാഹുൽ ഈശ്വർക്ക് വന്ന 2-ാം റൗണ്ടിലാണ് നമ്മുടെ ബാലേന്ദ്രകുമാറിനെ വെളിപ്പെടുത്തുന്ന സമയത്താണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം? നടി ആക്രമിക്കപ്പെട്ട കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും നടിയുടെ വിരോധമുണ്ടോ? ഇല്ല. ആ സഹോദരിയെ ആക്രമിക്കുന്നതിന്റെ പേരിൽ കൃത്യമായും അവർ ശിക്ഷിക്കപ്പെടണം, ഒരു സംശയം വേണ്ട. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ മനഃപൂർവ്വം ഇതിൽ കുടിക്കുക, അത് കേരളത്തിന് പോകെ മനസ്സിലായിട്ടുണ്ട്. ആദ്യ സമയത്ത് നമുക്കറിയാം, ഞാൻ മഞ്ജുഷോട് പറയാം, ആദ്യ സമയത്ത് ഞാൻ ചർച്ചയിൽ ദിലീപിന് അനുകൂലമായി വരുമ്പോൾ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ നമ്മളോട് പറയുമായിരുന്നു. അതിനുശേഷം ഈ കേസിന്റെ ഈ നാടകങ്ങൾ, ഡ്രാമ കണ്ട മലയാളി, സാമാന്യബോധമുള്ള മലയാളിക്ക് പിടികിട്ടി ഇത് ഒന്നാന്തരം ഉടായിപ്പ് കേസാണ്. അതുകൊണ്ടാണ് പിന്നീട് വരുന്ന ഓരോ പൾസും നമ്മളറിയാലോ. മഞ്ജുഷ ഒരു സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ മഞ്ജുഷിന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, എനിക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് ഉണ്ട്. അതല്ലാതെ നമ്മൾ അക്രമത്തിനോ തെറ്റിനോ കൂട്ടു നിന്നിട്ട് അതിനെ കൈയടിക്കുന്ന സമൂഹം ഇവിടെ ഇല്ല മഞ്ജുഷേ. നമ്മളും വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളവരല്ലേ. ഇതിനകത്ത് റിയൽ ഫാക്ട് എന്ന് പറയുന്നത്, ദിലീപിനെ നേരത്തെ പ്രതിയാക്കി, ഒരാളെ പ്രതിയായി വെച്ച് പ്രതിഷ്ഠിച്ചതിന് ശേഷം തെളിവ് ശേഖരിച്ചുകൊണ്ടിരുന്നു. അവിടെയാ പറ്റിയത്. അതിന് വലിയ ഗൂഢാലോചന, ദിലീപിനെതിരെ ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പത്രങ്ങൾക്ക് പലതും കിട്ടിയത്. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ എല്ലാ മാധ്യമം വന്നുകൊണ്ടിരുന്നതിന്റെ പ്രധാന കാര്യം എന്താണ്? ഇത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് ചോർന്നു പോയിരിക്കുന്നത്. ദിലീപിനെ പൊതു സമൂഹത്തിനിടയിൽ മാക്സിമം ഈ ആളാണ് എന്നൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് കൂടിയാണല്ലോ ഇപ്പോൾ താരസംഘടന ഉൾപ്പെടെയുള്ളവർ ഇരയായ നടിക്കൊപ്പം നിൽക്കാതെ പോയത്. അപ്പോൾ നിങ്ങളുടെ സംഘടനയും അങ്ങനെ തന്നെയാണല്ലോ, ഇരയായ നടിക്കൊപ്പം നിന്നില്ല. അതവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ടി വന്നിട്ടുണ്ട് ഇക്കാര്യങ്ങൾ. വിചാരണ പോലും നടക്കുന്നത് നീതിപൂർവ്വമല്ല എന്നവർക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് കത്ത് നൽകേണ്ടി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അത്തരത്തിലുള്ളൊരു കൊട്ടേഷൻ കൂടി തയ്യാറാക്കി അതിനൊപ്പം തന്നെ, അതായത് ഈ നടി പറയുന്നതെല്ലാം കള്ളമാണ്, ഇത് ദിലീപിനെതിരെയുള്ള കൊട്ടേഷൻ, അതായത് റിവേഴ്സ് കൊട്ടേഷൻ എന്നുള്ള ഒരു പ്രതീതി പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കോടതി മുറിക്ക് വെളിയിൽ. അതാണ് സംഭവിച്ചത്.
അയ്യോ ആ നടിയെ ഒരു പാവം ആളാണ്, പുള്ളിക്കാരത്തിക്ക് ഇതേക്കുറിച്ചൊന്നും ദിലീപാണ് പ്രതി എന്ന് അദ്ദേഹം നടി പറഞ്ഞിട്ടുണ്ടോ? പൾസർ സുനിയാണ് പ്രതി എന്ന് നടി പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും മഞ്ജുഷിന് കേൾപ്പിക്കാമോ? പിന്നെ ഇവർ പറയുന്നത് കേൾക്കാനേ അവർക്ക് വിചാരണ രഹസ്യമായി നടന്ന കാര്യമാണ്. നമ്മൾ വിചാരണ മുറിയിൽ, കോടതി മുറിയിൽ എന്താണ് നടന്നത് നമുക്ക് അറിയില്ല. അടച്ചിട്ട മുറിയിൽ നടന്ന സംഭവമാണ് അത്. മിനിക്ക് പോലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ ശ്രീമതി ടി ബി മിനി? ഇല്ല ഇല്ല ഇല്ല, അത് പറയാൻ പാടില്ല. കോടതി ഒരുപാട് കോടതിയലക്ഷ്യ കേസുകളുണ്ട് ആ കോടതിയിൽ. ഇപ്പോഴത്തെ സ്റ്റേജിൽ എന്തായാലും അത് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് പറയാൻ ഒരാളുമല്ല. പിന്നെ സജി നന്ദിയേട്ടനെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ ഒരു മറുപടി പറയേണ്ട കാര്യമില്ല. സജി നന്ദിയേട്ട് ആദ്യം മുതൽ ദിലീപിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. ഞാൻ ആ സ്വാതന്ത്ര്യത്തിനൊന്നും പറയണമൊന്നുമില്ല. പക്ഷേ സജി നന്ദിയേട്ട് പറയുന്ന കാര്യങ്ങൾ യാതൊരു സത്യവുമില്ലാത്ത കാര്യങ്ങളാണ്. ഓരോ സമയവും എന്തൊക്കെയോ കഥകൾ പറയുന്നു. അതൊന്നും അല്ല കോടതിയിൽ നടന്നിരിക്കുന്നത്. അതൊന്നും നമ്മൾക്കിപ്പോൾ പറയാനും സാധ്യമല്ല. ഇത് വിചാരണ ഇപ്പം നമ്മൾക്ക് 8-ാം തീയതി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. കോടതി ഒരു വിധി പറയുമല്ലോ, ആ വിധി അടിസ്ഥാനത്തിൽ നമുക്കിത് സംസാരിക്കാനായിട്ട്. പക്ഷേ സാക്ഷികൾ പക്ഷേ അല്ലല്ല പ്രതീക്ഷ സാക്ഷികൾ നടിക്ക് അനുകൂലമായി മൊഴി നൽകിയിട്ടില്ല എന്നത് വസ്തുതയാണ് അല്ലേ? അല്ല പ്രതീക്ഷിച്ച സാക്ഷികൾ എന്ന് പറഞ്ഞാൽ ദിലീപുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള കുറച്ച് സാക്ഷികൾ ആ കേസിൽ കൂറുമാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരം ആളുകളല്ലാതെ ആ കേസിൽ ആരും തന്നെ കൂറുമാറിയിട്ടില്ല. ശ്രീ ജോർജ് ജോസഫ്, സജി പറയുന്നത് ശ്രദ്ധിച്ചുവല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലോ നിങ്ങൾ. അല്ല എനിക്ക് മുഴുവിപ്പിക്കാൻ പറ്റിയോ? പറയൂ സജി, പറയൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരാളൊരു കോൺസ്പിറസി പങ്കെടുത്താൽ തന്നെ, നിയമം അറിയാവുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ചർച്ച കാണുകയാണല്ലോ മഞ്ജുഷേ, ഒരാളൊരു കോൺസ്പിറസി പങ്കെടുത്താൽ തന്നെ തെളിയിക്കാൻ പാടാണ്. പിന്നെയാണോ ഈ കള്ളക്കേസ് തെളിയിക്കാൻ പറ്റുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ദിലീപും പൾസർ സുനിയും നമ്മളെ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യണം. എസ്റ്റാബ്ലിഷ് ചെയ്യാതെ ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടില്ല. അതിനൊരു മോട്ടീവ് വേണം. അതിനാണ് ഇവർ ഈ ദൃശ്യത്തിന് പുറകെ നടന്നത്. ദിലീപിന്റെ വീട്ടിൽ ദൃശ്യം കണ്ടു. എന്ത് കണ്ടു? ഇത്രയേറെ തെളിവുകൾ, ടി ബി വിന് പറയുന്ന തെളിവുകൾ ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ വന്നുകൊണ്ടിരിക്കുക. എങ്കിൽ എന്തിനാണ് ടി ബി വിന് രണ്ടാമത്തെ അന്വേഷണം വന്നത്? ഈ ബാലേന്ദ്രകുമാരൻ രംഗത്തിറക്കി എന്തിനായിരുന്നു? ആദ്യത്തെ വിചാരണ എന്തിനായിരുന്നു നിങ്ങൾ നീട്ടിക്കൊണ്ട് പോയത്? ഇത്രയും അന്വേഷണം നമുക്കറിയാലോ, ഒരു ചെറിയ തെളിവുണ്ടെങ്കിൽ ഒരാൾ ശിക്ഷിക്കപ്പെടും അല്ലേ? പിന്നെ എന്തിനാണ് ഇത്രയും തെളിവുകൾ? 1600 നമ്മുടെ തെളിവുകള്, 261 സാക്ഷികള്. ഇവിടെ ദിലീപ് പൾസർ സുനിയോട് ഇന്നത് ചെയ്തിട്ട് വാ എന്ന് പറയുന്ന ഒരു സാക്ഷി കാണിക്കാവോ? ഹിയർസേ ആണ്, ഹിയർസേ. ദിലീപ് പൾസർ സുനിയോട് നീ ഇത് പോയി ചെയ്യൂ എന്ന് പറയുന്ന ഒരു സാക്ഷിയെ കണ്ടാൽ ദിലീപ് ശിക്ഷിക്കപ്പെടും സാർ. 2012 ദിലീപ് പൾസർ സുനിക്ക് അഡ്വാൻസ് കൊടുത്തു. ഒരു മിനിറ്റ് സജി നന്ദിയാട്ടെ, കോടതിയിൽ പ്രതികൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അതാണല്ലോ നമ്മുടെ നിയമ സംവിധാനം. പക്ഷെ ഒരു പ്രതി ചാനലിൽ പറഞ്ഞു, അയാള് ആര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നും പറഞ്ഞു. അതെ, അല്ല, അസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ചാനലിൽ വന്നിട്ട് അതിൽ ചെയ്ത പ്രതി ആൾ വന്നിട്ട് ആരാണ് അയാളെ കൊണ്ട് ചെയ്യിച്ചതെന്നും അയാൾ ചെയ്തു എന്നും ഓപ്പണായിട്ട് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും കാണത്തക്ക വിധത്തിൽ പറഞ്ഞു. അത് റെക്കോർഡറാണ്. വന്നിട്ട് പ്രതിക്ക് സാക്ഷിയാവാൻ പറ്റില്ല. ഒളിക്യാമറ 5 ആംഗിളിൽ ഒളിക്യാമറ, ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പല്ല. എന്താണ് അവർ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂർ തേക്കിൻകാട് അല്ലല്ല, ചുമ്മാ തേക്കിൻകാട് മൈതാനത്ത് വെച്ചോട്ടാണോ ഒളിക്യാമറ? 5 ഞങ്ങൾ വൈകാരികമാകും. നിങ്ങൾ ഈ പറയുന്ന പച്ചനോണ. ഒരു പ്രതി ഒരു ഒളിക്യാമറയാണെന്ന് പറഞ്ഞ് പല ആംഗിളിൽ സംസാരിക്കുന്നത് അന്ന് ആ ചാനൽ. പിന്നെ എന്ത് തോണ? അതായത് നാടകം, നല്ല നാടകം. ദിലീപ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഫെബ്രുവരി 17 നാടകമാണെങ്കിലും നാടകം, ഒന്നാം തരം നാടകം. ഞാൻ ചോദിക്കട്ടെ, ഒളിക്യാമറ എന്ന് പറഞ്ഞ ഒരു ആംഗിളേ ഉള്ളൂ. ഒരു വലിയ മൈതാനത്താണ് ഒളിക്യാമറ. 5 ആംഗിളിൽ 1 റോളുമില്ല. ഇപ്പോൾ ഈ പറയുന്ന 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 5 ആംഗിളിൽ 1 റോളുമില്ല. ഇപ്പോൾ
ജോർജ് ജോസഫ്, ഇതിൽ ഈ ഗൂഢാലോചന കേസുകൾ തെളിയിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പോൾ പൾസർ സുനിയും കൂട്ടാളികളും ചേർന്നാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം തെളിയിക്കുവാൻ ബുദ്ധിമുട്ടില്ല, അതിന് പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്യും. പക്ഷേ ഈ ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളതാണല്ലോ ശ്രമകരം. അത് തെളിയാതിരിക്കുന്നതിന് വേണ്ടി അതിലേറെ ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു, തെളിവുകൾ നശിപ്പിക്കുവാനുള്ള ശ്രമം ഉണ്ടായി. ഇതെല്ലാം പരസ്യമായ രഹസ്യമാണ്. കോടതി മുറിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് ബുദ്ധിമുട്ടാണ് പറയുവാൻ. പക്ഷേ വെളിയിൽ വന്ന വിവരങ്ങൾ അനുസരിച്ച് കോടതിയെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം നടി പോലും പറഞ്ഞതാണ്, ഇരയായ നടി പോലും പറഞ്ഞതാണ്, വിശ്വാസമില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഗൂഢാലോചന കേസ് തെളിയിക്കുവാൻ, ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളത് എത്രമാത്രം ശ്രമകരമായ ദൗത്യമാണ് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. താങ്കൾ എന്താണ് കരുതുന്നത്? ഈ മിനി പറയുന്ന പോലെയുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ എന്ന്, അത് സാധ്യമായിരുന്ന ഒരു കാര്യമാണോ ഇല്ലയോ? അല്ല, കോടതി ഇപ്പോൾ വളരെ ശ്രമകരമായ രീതിയിൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും 8-ാം തീയതി വിധി പ്രസ്താവിക്കും. നമുക്ക് ദിലീപിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, അതിനൊന്നും അത് നമുക്ക് വലിയ കാര്യമില്ല. പക്ഷേ അങ്ങനെയല്ല. ഇതിനകത്ത് 7 പ്രതികൾ, പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ കുറ്റം ചെയ്തില്ല എന്ന് ആരും ഇതുവരെ പറയുന്നില്ല. കാരണം അത് ആ നടി തന്നെ അത് കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പൾസർ സുനിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് അവർ 5 പേര് ഇതിനകത്ത് കാറിനകത്ത് കയറി അവരെ ലൈംഗിക പീഡനം നടത്തി അത് ഷൂട്ട് ചെയ്തു. പക്ഷേ അങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരു ദൃശ്യം കയ്യിലുള്ള ആൾ അത് കഴിഞ്ഞപ്പം തന്നെ ഉടനെ ആണെങ്കിൽ ഈ നടിയെ വിളിക്കണമായിരുന്നു. കാരണം ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അവരുടെ അടുത്ത് പൈസ ചോദിക്കണം, അവരുടെ അടുപ്പക്കാരോട് പൈസ. അതൊന്നും അവിടെ നടന്നില്ല, അതിനൊരു എവിഡൻസേ ഇതുവരെ ഇല്ല. അപ്പം പിന്നെ ഇത് ആരാണ്, ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് വീണ്ടും ഒരു പ്രശ്നം. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഈ കേസിനകത്തുള്ള ദൃശ്യം, ആ ദൃശ്യം അത് അന്നേരം തന്നെ ദിലീപിന് കൈമാറി എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് എവിഡൻസ് കോടതിക്കകത്തുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ എവിഡൻസ് ബാലചന്ദ്രകുമാർ വന്നപ്പം ഈ കേസിൻ്റെ ദൃശ്യങ്ങൾ ആ ദിലീപിൻ്റെ വീട്ടിൽ ഇരുന്ന് കാണുന്നതിൽ ഇയാളും അതിൽ പങ്കെടുത്തിരുന്നു, ഇയാളും അത് കണ്ടു. അത് നമുക്കറിയാം. എൻ്റെ വീട്ടിലോ വേറൊരാളുടെ വീട്ടിലോ ആരുടെയും ഈ ദൃശ്യങ്ങളില്ല. അതിൻ്റെ ആവശ്യക്കാരുടെ അടുത്ത് മാത്രം അത് എത്തുള്ളൂ. അതാണ് അതൊരു 120B ഗൂഢാലോചനയുടെ ഒരു ഭാഗം തന്നെ. അത് പ്രൂവ് ചെയ്യും കോടതിയിൽ. അത് ബാലചന്ദ്രകുമാറിന് അവസാനം സാക്ഷിമൊഴി നൽകാൻ സാധിക്കുകയും ചെയ്തിരുന്നു അല്ലേ? ജോർജ് ജോസഫ്, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നല്ലതായിരുന്നില്ല, അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അവസാന നിമിഷങ്ങളിൽ ബാലചന്ദ്രകുമാർ. അദ്ദേഹം ഇപ്പോൾ ഇല്ല, നമ്മോടൊപ്പം ഇല്ല, അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അദ്ദേഹത്തിന്റെ മൊഴി പക്ഷേ അതിനിർണായകമായിട്ടുണ്ടാവും. അദ്ദേഹം പരമാവധി ഇക്കാര്യത്തിൽ മൊഴി നൽകുവാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പ് പല ദിവസങ്ങൾ നീണ്ടിരുന്നു. പക്ഷേ ആ മോശം ആരോഗ്യാവസ്ഥയിലും അദ്ദേഹം മൊഴി നൽകുവാൻ എത്തുകയും ചെയ്തു. അത് തന്നെയല്ല, അവസാനം അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് രാമപിള്ള ക്രോസ് ചെയ്ത് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ബെഡ് റിഡനായിട്ട് കിടക്കുന്ന പരാലിസിസ് ഒക്കെ നടത്തി അങ്ങനെ ബെഡ് റിഡനായിട്ട് കിടക്കുന്ന സന്ദർഭത്തിലാണ് ക്രോസ് ചെയ്തത്. അന്നേരം അദ്ദേഹം സത്യം മാത്രം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ്. മരണത്തിന് തൊട്ട് മുമ്പ് അതുവരെ അദ്ദേഹം കൃത്യമായിട്ട് മൊഴി കൊടുത്തുകൊണ്ടിരുന്നു. ആ ക്രോസിലും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം അധികം ദിവസം കഴിയാതെ മരിക്കുകയും ചെയ്തു. അതൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ കേസിനകത്ത് മൊഴിയെടുപ്പ് ഒക്കെ നമ്മൾ കണ്ടത്. എന്തായാലും ശരി, 7 പ്രതികളെ ശിക്ഷിക്കുമെന്ന് ഉറപ്പ്. 8-ാം പ്രതിയുടെ കാര്യത്തിൽ 120, കാരണം ഈ ആക്ഷനകത്തും ഈ കുറ്റകൃത്യത്തിലൊന്നും നേരിട്ട് പങ്കെടുത്തിട്ടില്ല ദിലീപ്. അതേസമയത്ത് ദിലീപിന് വേണ്ടിയാണ് ചെയ്തതെന്ന് കോടതിയിൽ എവിഡൻസ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇതിനകത്തെ പ്രതികൾക്കൊക്കെ തീർച്ചയായിട്ടും 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് ഒരു ലൈഫ് ഇംപ്രിസ്മെൻറ്റ് അല്ലെങ്കിൽ 20 years അത് ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ദിലീപിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് 120Bയിലാണ് ഈ കേസ് മുഴുവൻ എല്ലാ സെക്ഷനും അട്രാക്റ്റ് ചെയ്യുന്നത്. അത് തന്നെയല്ല, ഈ കേസിനകത്ത് ഒരു 376, 366 ഉണ്ട്. 376 നമുക്കറിയാം പീഡിപ്പിച്ചതിൻ്റെയാണ് 376. അതേസമയത്ത് 366 ഇത് രണ്ടും ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം ശിക്ഷ കിട്ടുന്നതാണ്. അതുകൊണ്ട് പ്രതികൾക്കൊക്കെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ കോടതിയിൽ വന്നിരിക്കുന്ന എവിഡൻസുകളിൽ കോടതി വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം
ഏകദേശം 1700ഓളം ഡോക്യുമെൻ്റ് മുഴുവൻ കോടതി നോക്കണം. രണ്ടാമത് 261 സാക്ഷികളുടെ മൊഴിയുണ്ട്. ഇതൊക്കെ കുറേ മാസങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഏകദേശം ആ കേസെല്ലാം തീർന്നതാണ്. പക്ഷേ ജഡ്ജ്മെൻറ്റ് എഴുതാനായിട്ട് ഇത്രയും താമസിച്ചു. കാരണം അതുപോലെയുള്ള ഡോക്യുമെൻ്റ് അവരെ സമ്മതിച്ചു കൊടുക്കുകയേ ഒക്കുള്ളൂ. കാരണം അതിനല്ല ആവശ്യമില്ലാത്ത ടെൻഷനുകൾ ധാരാളം ആ ജഡ്ജിൻ്റെ തലയിലോട്ട് കയറിയിട്ടുണ്ട്. കോടതിക്കകത്ത് നമുക്കറിയാം 3 കോടതിയിൽ നിന്നും അങ്കമാലി ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ ആ ഓഫീസിലും പിന്നീട് ട്രയൽ കോടതിയിലും 3ഇടത്തും ഇതിൻ്റെ ദൃശ്യങ്ങൾ ആരോ പരിശോധിച്ചിരിക്കും. അത് ഫോറൻസിക് എവിഡൻസും അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തൽപര കക്ഷികൾ ഉണ്ടെന്നുള്ള കാര്യം കൃത്യമാണ്. ശരി, ശ്രീമതി ടി ബി ബിനി, മെമ്മറി കാർഡിന്റെ വരുമ്പോൾ ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ പുറത്തു വന്നത്. ഇത് എത്രമാത്രം കേസിനെ ബാധിച്ചിട്ടുണ്ട്? ഇത് തിരിച്ച് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ പ്രതിഭാവം സ്വാഭാവികമായിട്ടും ശ്രമിച്ചിട്ടുണ്ടാകുമല്ലോ, പ്രത്യേകിച്ച് 8ാം പ്രതിയായ ദിലീപിന്റെ പക്ഷത്ത് നിന്ന്. ഇത് ബാധിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ, അതോ ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ ഈ മെമ്മറി കാർഡിനെ കുറിച്ച്? അത്രമാത്രം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ മെമ്മറി കാർഡ് ടാമ്പറിംഗ് ഇഷ്യൂവിൽ? അല്ല അതായത് മെമ്മറി കാർഡ് ടാമ്പറിങ് പ്രശ്നമാകുമായിരുന്നു. പക്ഷെ അത് നമ്മൾ കണ്ടെത്തുകയും ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും അതുപോലെ തന്നെ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ഉണ്ടായിരുന്നു അതിൽ. ആ സമയത്ത് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് തന്നെ ഇടപെട്ട് ഈ മെമ്മറി കാർഡിൻ്റെ യഥാർത്ഥത്തിൽ മിറർ ഇമേജാണ് ആദ്യം നമ്മൾ വെക്കുന്നത്. അതിൻ്റെ ഒറിജിനലി ഫോറൻസിക് ലാബിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മിറർ ഇമേജ് തന്നെയായിരുന്നു. പിന്നെ പെൻ ഡ്രൈവുമായിരുന്നു കോടതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ മിറർ ഇമേജിൻ്റെ മെമ്മറി കാർഡാണ് കോടതിയുടെ ചെസ്റ്റിലിരുന്നത്. ആ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ ആണ് മാറിയത്. ഒറിജിനൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് തന്നെ ആ ഒരു വിധി പറയുകയും ഒറ്റ രാത്രി കൊണ്ട് അതിൻ്റെ പഴയ മെമ്മറി കാർഡിൻ്റെ മിറർ ഇമേജ് വീണ്ടും ജില്ലാ കോടതിയിലെത്തുകയും ട്രയൽ കോടതിയിലെത്തുകയും അത് മാർക്ക് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് അതിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ പിന്നീട് ഡിഫൻസിന് അത് ഉപയോഗിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. അതേസമയം ഈ മെമ്മറി കാർഡ് തന്നെയാണ് അവിടെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അത് അത്ര ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ പ്രതിക്ക് വളരെ എളുപ്പത്തിൽ, 8ാം പ്രതിക്ക് മാത്രമല്ല എല്ലാ പ്രതികൾക്കും രക്ഷപ്പെടാനുള്ള ഒരു അവസരമായി അത് മാറിയേനെ. പക്ഷേ ഇപ്പോൾ ആ സ്റ്റേജ് ഇല്ല. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ കേസിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് തരണം ചെയ്യുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീമതി ടി ബി മിനി പറഞ്ഞതുപോലെ പെട്ടെന്ന് 2 പോയിന്റ്സ്. എനിക്ക് പലപ്പോഴും ഒരു പ്രേക്ഷകനായി ഇരുന്ന് ശ്രീ സജീവ നന്ദ്യാട്ടും ശ്രീ രാഹുൽ ഈശ്വറും ഒക്കെ ശ്രീ ദിലീപിനെ ന്യായീകരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നാറ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 4 പോലീസുകാരെ കൊല്ലാൻ നോക്കിയ മനുഷ്യനാണ്. ആ കേസ് എന്തായി? കേരള പോലീസിന് എന്തെങ്കിലും കരുതൽ വേണ്ടേ? കൂടെയുള്ള പോലീസുകാർക്ക് വേണ്ടി 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു. ആർക്കെങ്കിലും ഒരു ബോധറേഷൻ ഉണ്ടോ? ഗ്രൂപ്പിലിട്ട് തട്ടാനുള്ള ആ കേരളം ഞെട്ടാൻ പോകുന്ന തെളിവ് വന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും ബോധറേഷൻ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാഡമാണ് ഇതിന് പിന്നിൽ. ആ മാഡം ആര് എന്ന് ചോദിച്ച് കാവ്യാമാധവന്റെ ഫോട്ടോ ഇട്ട് ഒരാഴ്ച നമ്മുടെ മീഡിയ ചർച്ച ചെയ്തു. ആ കാവ്യാമാധവനെ ഒന്ന് ചോദ്യമെങ്കിലും ചെയ്തോ? പിന്നീട് ആ കഥയ്ക്ക് തിളക്കം പോരാതെ വന്നവൻ കാവ്യാമാധവന്റെ അമ്മയാണ് യഥാർത്ഥത്തിൽ മാഡം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പൊറാട്ട് നാടകങ്ങളാണ് നടന്നത്. ഗോൽച്ചൻ ഓർമ്മയുണ്ടോന്നറിയില്ല, ഒരു ഗോൽച്ചനുമായി ബന്ധമുണ്ട്, ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട്. NIA വരും 50 ലക്ഷം രൂപ വേങ്ങരയിൽ ഒരു നേതാവിന് കൊണ്ട് കൊടുത്തു. ലോകത്ത് ഇത്രയും കള്ളങ്ങൾ ഏതെങ്കിലും കേസിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും സംശയമാണ്. നമ്പി നാരായണന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മാധ്യമ വേട്ടയാടൽ അനുഭവിച്ച വ്യക്തിയാണ് ശ്രീ ദിലീപ്. ശ്രീ ദിലീപിനെതിരെ ഇനിയും കോടതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മീഡിയയിൽ വന്നിട്ടില്ല. കാര്യം യഥാർത്ഥത്തിൽ ശ്രീ ദിലീപിനെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നികേഷ് കുമാർ സാറും റിപ്പോർട്ടറും നിങ്ങളുടെ ചാനലും. ശരി, ശ്രീമതി ടി ബി മിനി, രാഹുൽ പലതവണയായിട്ട് പറയുന്ന കാര്യമാണ് ഈ ഗ്രൂപ്പിലിട്ട് തട്ടാൻ ശ്രമിച്ച കാര്യവും. ഗ്രൂപ്പിലിട്ട് തട്ടാൻ ശ്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ, അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ. ഇതൊക്കെ പക്ഷേ ഈ വിചാരണ ഘട്ടത്തിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. അതൊക്കെ യഥാർത്ഥ കേസിന്റെ വിചാരണയിൽ വന്ന കാര്യങ്ങളാണോ ശ്രീമതി ടി ബി മിനി? എന്താ അറിയോ, 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു. 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 4 പോലീസുകാരെ കൊല്ലാൻ
മഞ്ജുഷിന് എന്തോ അജണ്ടയുണ്ടെന്ന്. എനിക്കൊരു അജണ്ടയുമില്ല. രാഹുലിന്റെ ഓഡിയോ ബ്രേക്ക് ആയതുകൊണ്ടാണ്. ആ സമയത്ത് അത് ശരിയാക്കാൻ വേണ്ടിയാണ്. 8-ാം തീയതി നിങ്ങളുടെ എല്ലാം ഓഡിയോ ബ്രേക്ക് ആയതുകൊണ്ടാണ്. ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എല്ലാം കൂടെ തകരാൻ. അല്ല, ഈ ഗ്രൂപ്പിലിട്ട് തട്ടാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമൊക്കെ ശ്രീമതി ടി. രാഹുൽ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതൊക്കെ ഈ വിചാരണയിൽ വന്ന കാര്യങ്ങളാണോ? മഞ്ജുഷേ അല്ല, മിനിയോടാണ്. മിനിക്ക് ഇത് ഡയറക്റ്റ് അറിയാവുന്നതാണോ? ഈ രാഹുൽ ഈശ്വരനും സജി നന്ദ്യാട്ടനും രാഹുൽ ഈശ്വരനുമുള്ള മറുപടി 8-ാം തീയതി നമ്മൾക്ക് കൊടുക്കാം. ഞാൻ ഈ കാര്യങ്ങൾക്കൊന്നും ഞാൻ ആ കേസിൽ അപ്പിയർ ചെയ്യുന്നില്ല എന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൽ പറയാൻ സാധ്യമല്ല. അവരിത് പറയുന്നത് അവർക്ക് ഇതിന്റെ കേസിനെ കുറിച്ച് സത്യത്തിലൊന്നും അറിയാത്ത നിലയിലുള്ള ആൾക്കാർ. പക്ഷെ രാഹുലിന് കേസിൽ ആ കോടതി ഞാൻ സജി നന്ദ്യാട്ടിന്റെ ചോദ്യങ്ങൾക്ക് ഇപ്പൊ മറുപടിക്ക് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എനിക്ക് ചോദ്യത്തിന് സജി പറഞ്ഞോളൂ സജി നന്ദ്യാട്ട്, എനിക്കൊരു പ്രശ്നവുമില്ല. ഏത് ചോദ്യത്തെയും നേരിടാൻ എനിക്ക് അറിയാം. പറഞ്ഞോളൂ, നിങ്ങൾ ചോദിക്കൂ, ഞാൻ പറയാലോ. ചോദിച്ചോളൂ. മെമ്മറി കാർഡ് സ്വാഭാവികമായും ആരുടെ കസ്റ്റഡിയിലാണ്? ജഡ്ജിന്റെ കസ്റ്റഡിയിലാണല്ലേ? ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നവരാരാ? മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? ദിലീപിന്റെ വക്കീലോ ആണോ? അല്ലല്ലോ, അല്ല. അപ്പം അവിടെ നാടകം. അടുത്ത ഒരു കാര്യം ചോദിക്കട്ടെ. രാഹുൽ ഈശ്വർ ഇവിടുത്തെ നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന ടെക്നിക്കൽ ഹെഡൂടെ ഞങ്ങൾ പല ചർച്ചയിൽ റിപ്പോർട്ട് ഇരുന്ന ഒരു കാര്യം പറയാം. ഈ ദൃശ്യത്തിന്റെ ആശ്വാസം മാറിയിട്ടില്ല. ഉണ്ടോ രാഹുൽ ഈശ്വരെ? കറക്റ്റ് അല്ലേ? മറ്റൊരു കേസിലെ കാര്യങ്ങൾ അതിലുണ്ട്, അതിന്റെ ആശ്വാസമേ മാറിയിട്ടുള്ളൂ. ഇവർ ഇതെല്ലാം പറഞ്ഞു, ഇതാണ് പറഞ്ഞത്. ഒത്തിരി തിരക്കഥകളും മലയാളം ഞാൻ പറയട്ടെ, ശ്രീമതി ടി ബി മിനി പറഞ്ഞത് അത് വലിയ ബുദ്ധിമുട്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ മെമ്മറി കാർഡിന്റെ അതൊരു വലിയ ഇഷ്യൂ ആയിട്ടില്ല എന്നുള്ളതാണ്. പൊളിഞ്ഞു. അല്ല, പൊളിഞ്ഞതല്ല, അത് കണ്ടുപിടിച്ചുകൊണ്ടാണ്, കണ്ടെത്തിയത് കൊണ്ടാണ്. എല്ലാ നാടും പൊളിഞ്ഞു. തിരശ്ശീല വീട് 8-ാം തീയതി. അല്ല ശ്രീമതി, അല്ല എനിക്കതിൽ സംശയം. അല്ല, എനിക്കുള്ള സംശയം അല്ല, മെമ്മറി കാർഡ് ടാമ്പിൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലല്ല, മെമ്മറി കാർഡ് അത് യഥാർത്ഥമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആർഗ്യൂ ചെയ്യുവാനുള്ള അവസരം കിട്ടുന്നത് പ്രതിഭാഗത്തിനായിരുന്നു. അത് തടയപ്പെട്ടു. അങ്ങനെയല്ലേ ശ്രീമതി ടി ബി മിനി? ഞാൻ മനസ്സിലാക്കിയത് അതാണ്. ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പബ്ലിക് പോലീസല്ലേ? അപ്പൊ അവരുടെ ഉത്തരം പറയട്ടെ. ഇത് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ല സജി, ഇതിനകത്ത് ഇത് അട്ടിമറി നടത്തുവാനുള്ള ശ്രമം നടന്നു, പക്ഷെ അതിവര് പൊളിച്ചു. അതാണ്. അല്ലല്ല, ദിലീപിന്റെ കയ്യിൽ മെമ്മറി കാർഡ് ഉണ്ട് എന്ന് വരുത്തി തീർത്താൽ ഈ കേസിൽ ബലമുള്ളൂ. കോമൺ സെൻസ് അറിയാം. സജി മറുപടി കൂടി കേൾക്കൂ. സജി മറുപടി കേൾക്കൂ. സജി ആര് പറഞ്ഞു? സജി നന്ദ്യാട്ടെ, ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ ഒരു ഘട്ടത്തിലും ദിലീപിനെതിരെ ആരും സംസാരിച്ചിട്ടില്ല. പിന്നെ എന്താണ് സജി നന്ദ്യാട്ടി? അല്ല, കോടതിയെ സംശയത്തിലാക്കിയ ഒരു കാര്യമായിരുന്നു. അതിന്റെ ഉത്തരവാദിത്തം കോടതിക്ക്. മറുപടി പറയട്ടെ. അത്രേ ഉള്ളൂ. ഒരൊറ്റ വരി. 4 പോലീസുകാരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്നൊരു കേസുണ്ട്. അതെന്താ ഇപ്പൊ ആരും അന്വേഷിക്കാത്ത മാഡം? നമ്മുടെ പോലീസുകാരോട് ഒരു കരുതൽ പോയത് എന്തുകൊണ്ടാ? 4 പോലീസ് എന്ത് വലിയ ഗൂഢാലോചനയാണല്ലോ 4 പോലീസുകാരെ. ആലുവ പോലീസ് സ്റ്റേഷൻ ബോംബ് വെക്കുന്നു, വെടിവെക്കുന്നു, എന്തൊക്കെയായിരുന്നു? മറുപടി പറയട്ടെ രാഹുൽ. മറുപടി പറയട്ടെ പ്ലീസ്. അല്ല, നിങ്ങളൊന്ന് മറുപടി വേണ്ടേ? അതായത് രാഹുൽ, ഞാൻ ഈ പോലീസുകാരുടെ വക്കീലല്ല. അതാ പറഞ്ഞേ, ഞാൻ പോലീസുകാരുടെ വക്കീലേ അല്ല. ഞാൻ ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരു ഉണ്ട്. എനിക്ക് മറുപടി ഉണ്ട്. ഞാൻ പറയണ മറുപടി നിങ്ങൾ കേൾക്കൂ. ഞാൻ പോലീസിന്റെ സജി ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇതിനകത്ത് സജിയുടെ പാർട്ടിയെ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കിയെന്ന്. അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ. മിനി തുടങ്ങുള്ളൂ. അല്ല, ഞാനിത് പറയണേക്ക്. ഇത് പറയട്ടെ രാഹുൽ, ഞാൻ ഈ കേസ് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ വിക്ടിമിന്, ഈ കേസിൽ റേപ്പ് ചെയ്യപ്പെട്ട, അതായത് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസിലല്ല. അതിൽ പ്രോസിക്യൂട്ടറും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ വേറെയാണ്. ഈ കേസിലെ വിക്ടിമിന്റെ അഡ്വക്കേറ്റ് മാത്രമാണ്. ആ കേസ് എന്തായി എന്നറിയേണ്ട കാര്യം എനിക്കേ ഇല്ല.
അപ്പം അതുകൊണ്ട് എനിക്കതിനൊരു മറുപടിയുടെ ആവശ്യവുമില്ല, ഞാനത് മറുപടി പറയേണ്ട കാര്യവുമില്ല. അത് മാത്രമല്ല, ഈ യഥാർത്ഥ കേസിൽ അത് വന്നിട്ടില്ലല്ലോ. യഥാർത്ഥ കേസിൽ അല്ല, നടിയെ ആക്രമിച്ച കേസിന്റെ ഒരു ഭാഗമേ അല്ലല്ലോ അത്. അല്ലല്ല, ഒരു സെക്കൻഡ്, മിനി മാഡം പറഞ്ഞതിനോട് യോജിച്ചോണ്ട് ഒരൊറ്റ വരി ഞാൻ പറഞ്ഞോട്ടെ. 4 പോലീസുകാരെ ഞാൻ എടുക്കും മാഡം. മാഡം ഞാൻ ഒറ്റ വരിയെ ഞാൻ എടുക്കും മാഡം, ഒറ്റ വരിയെ എടുക്കൂ. 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് നോക്കിയെന്ന് കള്ളക്കേസ് ഉണ്ടാക്കിയ കേരള പോലീസിനാണോ അതിജീവിതയുടെ കാര്യത്തിൽ ദിലീപിന്റെ കാരണം കള്ളത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തത്? 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് നോക്കിയെന്ന് കള്ളക്കേസ് ഉണ്ടാക്കിയ പോലീസുകാർക്ക് അതിജീവിതയുടെ കേസിലേക്ക് വ്യാജമായി വലിച്ചെടുത്തുകൊണ്ടുവരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അന്ന് ചർച്ചയിൽ TVയിൽ നമ്മൾ നിങ്ങൾ ദിലീപിന് വേണ്ടി പറയുന്ന ഒരാളാണ്. അത് ഞാൻ എന്തിനു കൈ കഴുകണം? ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ദിലീപിനെ വീണ്ടും കൊടുക്കുന്ന കാര്യമാണ് രാഹുൽ ഈശ്വരി പറയുന്നത്. മാഡം ഞാൻ കൈ കഴുകേണ്ട കാര്യം, എനിക്ക് ദിലീപിന്റെ പക്ഷമേ അല്ല. ഞാൻ തികച്ചും ദിലീപ് വിരുദ്ധമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഞാൻ നടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇരിക്കു വേണ്ടി നിൽക്കുന്ന ആളല്ല സജീവ്. സജി അക്കാര്യം പറയരുത്. സജീവല്ല, സജിയുടെ സംഘടനയുമല്ല, താരസംഘടനയുമല്ല. നടിയോട് താങ്കൾ ചോദിച്ചു നോക്കൂ. അല്ല, ഇരയായ നടിയോട് താങ്കൾ ചോദിച്ചു നോക്കൂ. അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇല്ലില്ല, താരസംഘടനയായ അമ്മ തനിക്കൊപ്പം നിന്നിട്ടില്ല എന്നാണ് എനിക്കറിയാം. അവർ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ദിലീപ് അനുകൂലിയാണ്. അത് മാത്രല്ല മഞ്ജുഷേ, കട്ടാവുന്നതാണ്. ഒരൊറ്റ വരി പറഞ്ഞു നിർത്തിക്കോളാം. ഞാൻ ദിലീപ് ഒരൊറ്റ കാര്യം, ഞാൻ ഡിസംബർ 8 വേണ്ടി ദിലീപ് അനുകൂലി ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഡിസംബർ 8 വേണ്ടി, തമാശ പറയുന്നൊന്നുമല്ല, ഒറിജിനലി ദിലീപ് അനുകൂലി ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാഡം തീർത്തോട്ടെ. ഇനി 2, എന്തുകൊണ്ടത് ചെയ്യുന്നു എന്നറിയാമോ? ഈ രാജ്യത്തെ കോടതികൾ എനിക്ക് വിശ്വാസമുണ്ട്. കീഴ്ക്കോടതി മുതൽ 3 ഹൈക്കോടതി ജഡ്ജിമാർ മുതൽ 2 സുപ്രീം കോടതി ജഡ്ജിമാർ വരെ വീണ്ടും ദിലീപിന്റെ കേസിന്റെ പല ആസ്പെക്ട് കേട്ടതല്ലേ? എത്ര നാൾ ഒരു വ്യക്തിയെ ഇങ്ങനെ വേട്ടയാടും ഒരു കാര്യമില്ലാതെ? ഇനിയും മാഡത്തിന് 4 പോലീസുകാരുടെ കേസിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നല്ല പറഞ്ഞത്. 4 പോലീസുകാരെ കൊല്ലാൻ നോക്കിയെന്ന് നമ്മുടെ കേരള പോലീസിന് കള്ളക്കേസ് ഉണ്ടാക്കാമെങ്കിൽ ഈ അതിജീവിതയുടെ കേസിലേക്ക് കള്ളക്കേസ് ഉണ്ടാക്കിക്കൂടെ? അതിജീവിതയ്ക്ക് നീതി കിട്ടണം, പൾസർ സുനി ശിക്ഷിക്കപ്പെടണം, ദിലീപിനെ കള്ളക്കേസിൽ മോചിക്കപ്പെടണം. അതാണ് വേണ്ടത്. അതിജീവിതയ്ക്ക് നീതി വേണം. പക്ഷേ അതിജീവിതയ്ക്ക് നീതി വേണമെന്ന് പറയുമ്പോൾ അവിടെ ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്നാണ്. ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതിയില്ല. കാരണം അതിജീവിതയുടെ ആവശ്യം അതാണല്ലോ, ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതിങ്ങനെ പറയാതെ അല്ലെങ്കിൽ അവർ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നേ. അല്ല, അങ്ങനെയാണെങ്കിൽ അവർ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. കാരണം പൾസർ സുനിയെയും കൂട്ടാളികളെയും ശിക്ഷിക്കണമെങ്കിൽ ഇത്ര പ്രയാസപ്പെട്ട് കേസ് നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ആ കേസ് പ്രതികളെ ശിക്ഷിക്കുന്നതിലേക്ക് വരും. രാഹുലെ, ഈ കേസ് ഇത്ര കഷ്ടപ്പെട്ട് നടത്തണമെങ്കിൽ അതിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം ശ്രീ ദിലീപിന് പിന്നിലുണ്ടെന്ന്? ശ്രീ ദിലീപ് നിരപരാധിയാണ്. മാസങ്ങൾക്ക് ശേഷം ഈ കേസിലേക്ക് വലിച്ചഴക്കപ്പെടുകയായിരുന്നു. അതിജീവിതയും ഈ ശ്രീ നിരപരാധിയാണെന്ന് അതിജീവിത പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിജീവിതയ്ക്കൊന്നും അറിയില്ല, ഇതൊന്നും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, 4 മാസത്തിന് ശേഷമാണോ പൾസർ സുനിയെ കൊണ്ട് പറയിക്കുന്നത്? അതിനിടയ്ക്ക് പൾസർ സുനി ജയിലിൽ പോയപ്പോ എത്ര പേര് വിസിറ്റ് ചെയ്തു, ഈ കഥ ഉണ്ടാക്കി കൊടുത്തു? എന്നിട്ട് എവിടെ തെളിവ്? 2012 10,000 രൂപ അഡ്വാൻസ് 3 കോടിക്ക് എവിടെ അഡ്വാൻസിന് തെളിവ്? ഒരു ഫോട്ടോ കൊടുത്തല്ലോ, TVയിൽ പറഞ്ഞ അതേക്കുറിച്ച് കോടതിയിലുള്ള ആളാണെങ്കിൽ പറഞ്ഞ് ഒരു ഫോട്ടോ കൊടുത്തല്ലോ. ആ ഫോട്ടോ പൾസർ സുനിയുടെ കൊടുത്തില്ലേ ലൊക്കേഷനിലെ? ഒന്നാം വ്യാജ ഫോട്ടോ അല്ലേ? ഫോട്ടോഷോപ്പ്. ഏത് ഫോട്ടോ? ദിലീപിന്റെ സെറ്റിൽ ജോർജേട്ടൻ സൂര്യത്തിന്റെ സെറ്റിൽ നിൽക്കുന്ന ആ ഫോട്ടോയെ പറ്റിയാണ് പറയുന്നത്. ഒറ്റക്കാരൻ അഡ്വക്കേറ്റ് ആണല്ലോ, ഞാനും ഇത് പഠിച്ച ആളാ, ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. ഒറ്റക്കാരൻ ചോദിച്ചോട്ടെ, 2021 ഡിസംബർ 15-ാം തീയതി ഈ ബാലേന്ദ്രകുമാർ എന്തിനാ 2ാമത് കേസന്വേഷണം നടത്താൻ പറഞ്ഞേ? കാര്യം എന്താ? അപ്പൊ ലാസ്റ്റ് 221 സാക്ഷികൾ അന്ന്, ഇന്നിപ്പോ 261 40 കൂടി 220 സാക്ഷികളെ വിസ്തരിച്ചതിന് ശേഷം 226 സാക്ഷി അന്വേഷണ ഉദ്യോഗസ്ഥരെ വിസ്തരിക്കാനിരിക്കുമ്പോൾ ബാലേന്ദ്രകുമാറിന്റെ കറക്റ്റ് എൻട്രിയാണ്
നമുക്കറിയാം ഭരണഘടന അനുസരിച്ച് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഉണ്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ. എന്തിനാ? ഇത് തുടരന്വേഷണം പറയാൻ. ആ തുടരന്വേഷണം എന്ന് പറയുന്ന ആ ലോ എൻജോയ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ബാലചന്ദ്രകുമാറിനെ കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ അന്വേഷണം നീട്ടുക. കാരണം 220 എണ്ണത്തിലെ വിചാരണ ചെയ്തപ്പോ സ്വാഭാവികമായി ഒന്നും കിട്ടിയില്ല. എന്റെ പൊന്നു ടി വി മിനി, ഈ അത്രയും തെളിവുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് രണ്ടാമത് അന്വേഷണം? പറയൂ. ദിലീപ് ശിക്ഷിക്കാൻ ഈ പറഞ്ഞ ഇത്രയും തെളിവുകളില്ലേ? ശരി, ശ്രീ ജോർജ് ജോസഫ്, സജി പറഞ്ഞതിൽ കാര്യമുണ്ടോ? സജി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഒന്ന്, 4 മാസത്തിന് ശേഷം ദിലീപ് അറസ്റ്റിലാകുന്നു. അതിനിടയ്ക്ക് ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ, ഈ ജയിലിൽ നിന്ന് കത്തയക്കുന്നത്, ആ സമയത്ത് ജയിലിന് വെളിയിൽ കുറേയേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ദിലീപിന് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന രീതിയിലുള്ള സൈബർ ലോകത്തെ വാർത്തകൾ. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ദിലീപിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് കാശുണ്ടാക്കാം എന്ന് കരുതി പൾസർ സുനിയും അതോടൊപ്പം തന്നെ ദിലീപ് വിരോധികളും ചേർന്ന് ചമച്ചെടുത്ത ഒരു കേസ്, ഒരു കത്ത് അങ്ങനെ ജയിലിൽ നിന്ന് വരുന്നു ദിലീപിന്, ഇത്ര പണം തന്നാൽ ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു കാര്യം. പിന്നെയുള്ളത് ഈ പറഞ്ഞതുപോലെ ബാലചന്ദ്രകുമാറിന്റെ രംഗപ്രവേശം. ഇത് രണ്ടുമാണ് സജി പറയുന്ന പ്രതിരോധം. പൾസറിന് എഴുത്തുവാൻ അറിയില്ലായിരുന്നല്ലോ. അങ്ങനെയുണ്ടോ? അല്ലാത്തത് ഇതൊക്കെ എത്ര ചർച്ച ചെയ്ത കാര്യങ്ങളാ. ശരി, ജോർജ് ജോസഫ്. അല്ല, ജോർജ് ജോസഫ് സാർ പറട്ടെ. അതെ, ഇല്ല, അതിനകത്ത് നമുക്ക് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ നിന്ന് ഒരു ലെറ്റർ പോയി അത് വേറൊരാളെ കൊണ്ട് എഴുതിച്ചെന്ന് അന്ന് തന്നെ എവിഡൻസ് വന്നിട്ടുണ്ടത്. ആ ലെറ്റർ അത് എഴുതി അങ്ങനെ തന്നെയാ വന്നിരിക്കുന്നത്. അത് തന്നെ. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് ഒരു കേസിന്റെ എവിഡൻസ് ക്ലോസ് ചെയ്യുന്നതിന് എത്ര മുമ്പ് വേണം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് അതിന്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അതിന് അധികാരമുണ്ട്. ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം സിനിമാ പ്രൊഡ്യൂസറും ഡയറക്ടറും ആയിരുന്നു. അദ്ദേഹം ഈ ദിലീപിന്റെ ഏറ്റവും വലിയ അടുത്ത ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുമ്പം ഈ ദൃശ്യം കണ്ടു എന്നുള്ള എവിഡൻസ് വന്നാൽ ഡിജിറ്റൽ എവിഡൻസ് ആണ്. അത് കാരണം അത് തന്നെയല്ല, ഒരു രണ്ടാമതൊരു കേസ് എടുത്തെന്നുള്ള നേരത്തെ പറഞ്ഞത് ക്രൈം ബ്രാഞ്ച് എടുത്തിട്ടുണ്ട്. കേസിന്റെ അന്വേഷണം ഏകദേശം തീർത്തു വെച്ചിരിക്കുന്നതാണ്. അത് ഈ 8-ാം തീയതി കഴിഞ്ഞ ശേഷം മാത്രമേ അത് ചാർജ് ഷീറ്റിലോട്ട് വരുള്ളൂ. അതിനകത്ത് ദിലീപിന്റെ സഹോദരന്റെ ഭാര്യ സഹോദരൻ, അങ്ങനെ ഒരു അപ്പു, അവരെങ്ങനെ ഒരു 5-6 പേരെ അതിനകത്ത് പ്രതിയാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വരും. അതിനകത്ത് ബിജു പൗലോസും അതോടൊപ്പം തന്നെ അവരുടെ സൂപ്പർവൈസറി SP ആയിരുന്നു, അദ്ദേഹം ട്രിവാൻഡ്രം റൂറൽ SP ആണ്. അവരെയാണ് കൊല്ലാനുള്ള ഒരു ശ്രമം നടന്നെന്ന് പറഞ്ഞൊരു കേസ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അതിനകത്ത് ബാലചന്ദ്രകുമാറിന്റെ ആ രംഗപ്രവേശനം കൂടി ജോർജ് സാറ് പറയാണ് ദിലീപിന്റെ വീട്ടിൽ ദൃശ്യം കണ്ടു. അന്ന് ബാലചന്ദ്രകുമാറിന് ഞാനും തമ്മിൽ ഒത്തിരി ചർച്ച, സാറും പങ്കെടുത്താണല്ലോ. അദ്ദേഹം പറഞ്ഞു എന്താണ്, ഫാമിലി, അനിയനെ, വൈഫ്, എല്ലാ ഫാമിലി ഉൾപ്പെടെ കാണാൻ പറ്റിയ സാധനമാണല്ലോ അല്ലേ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ TVB പറഞ്ഞു അന്ന് ബാലചന്ദ്രകുമാർ അത് കണ്ടെന്ന്. ബാലചന്ദ്രകുമാർ പറഞ്ഞത് അങ്ങനെയല്ല, കണ്ടിട്ടില്ല, ഞാനിത് കാണുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങിപ്പോയിന്നാ പറഞ്ഞത് കേട്ടോ. TVB പല ഓർമ്മക്കുറവുണ്ട്. എന്റെ ചോദ്യം പറയട്ടെ, ഞാൻ ഈ ചർച്ചയില് ഒരു എവിഡൻസിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറയില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. ചോദ്യം ഇത്രയേ ഉള്ളൂ സാർ. ഇപ്പോൾ ജോർജ് സാർ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്. എന്തായാലും ബാലചന്ദ്രകുമാർ ദൃശ്യവിരുദ്ധ കണ്ടത് കോടതിയിൽ തെളിയിച്ചിട്ടുണ്ടെന്ന്. സാറിന് എങ്ങനെ കോടതിയിൽ ഇത് വന്ന കാര്യം, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എങ്ങനെ അറിഞ്ഞു? സാർ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ബാലചന്ദ്രകുമാറും ദിലീപ് എല്ലാം അവിടെ കണ്ട കാര്യം കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സാർ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ സാർ പറഞ്ഞേ, അന്ന് പറഞ്ഞു കേക്കട്ടെ. ബാലേന്ദ്രനും അത് പറയാം. ബാലേന്ദ്രകുമാർ അതെല്ലാം ഡിസ്ക്ലോസ് ചെയ്തെന്നേ. സബ്സിക്വന്റ് ആയിട്ട് കോടതി വിചാരണ കഴിഞ്ഞാൽ അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചാനലിലൊക്കെ, പല ചാനലിൽ വന്നിരുന്നത്. അത് തന്നെയല്ല, അതിനകത്ത് ആ ദൃശ്യം അദ്ദേഹം കണ്ടെന്ന് പറയുന്നില്ല. അത് നേരത്തെ പറഞ്ഞ സജിന്തായിട്ട് പറഞ്ഞ ശരിയാണ്. അദ്ദേഹം അതിനുശേഷം അന്നേരം ഇറങ്ങിപ്പോയെന്നാണ് പറയണത്. പക്ഷേ നമ്മളൊരു കാര്യം മറന്നു പോരുത്,
അവിടുന്ന് ഈ നടന്റെ വീട്ടിൽ നിന്ന് അത് റിക്കവർ ചെയ്തിട്ടുണ്ട് പോലീസ്. അത് നമ്മൾ മറന്നു പോകരുത്. അത് അവരുടെ ഈ 5 സഹോദരങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു കാര്യം പറഞ്ഞോട്ടെ, റിക്കവറി ചെയ്തിട്ടില്ല. അതൊന്നും അല്ല സാർ. ജോസഫ് സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതൊക്കെ എവിഡൻസി വന്നിട്ട് സാറിന് ജോർജ് ജോസഫ് സാറിന് സീരിയസ് ആയിട്ട് വിശ്വാസം ഉണ്ടോ ആ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കാര്യം അന്വേഷിക്കുകയാണെന്ന്? സാറിനെങ്കിലും ഈ കേരളത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നതായിട്ട് അറിയാം? പൊന്നു രാഹുലെ, അതൊന്നും ഈ കേസിന്റെ ഒരു ഭാഗമേ ആയി തീർന്നിട്ടില്ല. ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയിലൊന്നും ഈ 4 പോലീസുകാരുടെ കാര്യമൊന്നും വന്നിട്ടില്ല ശ്രീ രാഹുൽ. ഇല്ല. കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ മഞ്ജുഷേ? ആ കേസ് ജോർജ് ജോസഫ് രാഹുൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയ കേരള പോലീസിന് ദിലീപിനെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി കൂടെ? കേസുമായിട്ട് ബന്ധമില്ലല്ലോ. അത് ഈ കേസുമായിട്ട് ബന്ധമില്ലാത്തതാണ്. രണ്ടും കള്ളക്കേസിനെ മഞ്ജുഷ ഒരു നിമിഷം ആലോചിക്കൂ. മഞ്ജുഷിനോട് ഒരു ചോദ്യം, മഞ്ജുഷിനോട് ഒരൊറ്റ ചോദ്യം. 4 പേരെ കൊല്ലാൻ, 4 പോലീസുകാരെ കൊല്ലാൻ നോക്കി ഇന്ന് കള്ളക്കേസ് ഉണ്ടാക്കുന്ന കേരള പോലീസിന് നമ്മുടെ അതിജീവിതയുടെ കേസിൽ ദിലീപിനെ 8ാം പ്രതിയായി ചേർക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അന്വേഷിച്ച് അത് ശരിയല്ലെന്ന് കണ്ടെത്തുകയല്ലേ ചെയ്തത്. അല്ലാതെ അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അത് നടിയെ ആക്രമിച്ച കേസുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? എന്താ സാർ ദിലീപിന്റെ വീട്ടിൽ ദൃശ്യം കണ്ടെടുത്തു സാറേ? ഇതൊന്നും അല്ലല്ലോ സാറേ. മൊബൈലിൽ നിന്നും സാറെ ചുമ്മാ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. സാറ് ബെറ്റ് വെക്കുന്നോ ദിലീപിന്റെ വീട്ടിൽ ദൃശ്യം കണ്ടെടുത്ത ദിലീപ് മറ്റേ 100% ശിക്ഷിക്കപ്പെടത്തില്ലേ? സാർ എന്തായി പറയുന്നത്? ദിലീപിന്റെ വീട്ടിൽ ദൃശ്യം കണ്ടെടുത്തില്ല. സാറ് ഈ ആൾക്കാരെ സാറിന് മറവി ഉണ്ടെങ്കിൽ അത് പറ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്. അനൂപിന്റെ ഞാൻ പറഞ്ഞുതരാം സാർ. ഇത് സാറേ SLCക്ക് പോലും ഞാൻ എത്ര നന്നായിട്ട് പഠിച്ചിട്ടില്ല. പറഞ്ഞുതരാം. ഇതായത് ദിലീപിന്റെ അനിയൻ അനൂപിന്റെ മൊബൈലിൽ ഈ പറയുന്ന കാര്യത്തെ കുറിച്ച് ഡേറ്റ ഉണ്ടായിരുന്നു. എന്താ ഡേറ്റ? അവരെഴുതി പഠിച്ചതാ ഇത് എങ്ങനെയാന്ന്. അപ്പൊ ദിലീപിന് അനിയൻ പറഞ്ഞെന്താണ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്റെ ദൃശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇത് ഇങ്ങനെ റൂട്ട് മാപ്പ് വരച്ച് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. സാറപ്പം ദിലീപിന് അനിയന്റെ മൊബൈലിൽ നിന്നും ഇതേക്കുറിച്ചുള്ള ഒരു സാധനം കിട്ടിയെന്നാണ്. ദൃശ്യമല്ല സാർ അത്. അതായത് അവര് കേസ് ആ മൊബൈല് 4 എണ്ണം ബോംബെ പോയിട്ട് അവിടുന്ന് അതിന് റിട്രീവ് ചെയ്ത് നശിപ്പിച്ച് തിരിച്ചു വന്നപ്പം ബാംഗ്ലൂരിൽ നിന്ന് അത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ അതൊക്കെ മറന്നുപോരുത്. അതൊക്കെ മറന്നു. നമുക്ക് 8ാം തീയതി വരെ ശ്രമങ്ങൾ അതിവിടെ ചർച്ച ചെയ്താൽ പോലും തീരുന്നതല്ല സജി. ഈ ഡിജിറ്റൽ തെളിവുകൾ ഇല്ലാതാക്കാൻ ചെയ്ത ഗൂഢ നീക്കങ്ങൾ, അതിലെ മുഴുവൻ സാധനങ്ങളും റിപ്പോർട്ട് ചോർത്തി കൊടുത്തവരുണ്ട് ഇവിടെ. ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തതാ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അവകാശമാണ് റൈറ്റ് ടു പ്രൈവസി. ആ റൈറ്റ് ടു പ്രൈവസിക്കെതിരായിട്ട് ദിലീപിന്റെയും കാവ്യമാധവന്റെയും ദിലീപിന്റെ അനിയന്റെയും എല്ലാവരുടെയും മൊബൈലും മൊത്തം എടുത്തോണ്ട് പോയിട്ട് അതിലെ വിവരങ്ങൾ എങ്ങനെയാണ് സാർ റിപ്പോർട്ട് ചർച്ച ചെയ്തത്? ഞാനും ജോർജ് ജോസഫ് സാറും അജയ്കുമാർ സാറും ഈ TV മിനിയും രാഹുൽ ഈശ്വറും എല്ലാം ചർച്ചയിൽ എന്നും പങ്കെടുക്കുമായിരുന്നു. എനിക്ക് അൽഷിമേഷുമില്ല, മറവി രോഗവും സാർ. ശ്രീമതി TV മിനി 8 വർഷവും ഏതാണ്ട് 10 മാസവും എടുത്തു ഈ വിധി വരാൻ പോകുന്നത്. ഇതിൽ വിചാരണ കഴിഞ്ഞിട്ട് തന്നെ ഏകദേശം 8 മാസത്തോളം ആയി കഴിഞ്ഞു. ഇത് ഇത്രയും നീണ്ടുപോകേണ്ട ഒരു കേസായിരുന്നോ? ഈ ദിലീപ് ഇടപെട്ട്, ഞാൻ തുടക്കത്തിൽ അത് ചോദിച്ചതുമാണ്, ഈ പ്രബലന്റെ സാന്നിധ്യം തന്നെയല്ലേ ഇതിനെ ഇത്രയ്ക്കും വിവാദമാക്കിയതും ഇത്ര നീളുവാനും കാരണമെന്ന്. ഈ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സുപ്രീം കോടതി തന്നെ നേരത്തെ ഇടപെട്ടതാണല്ലോ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന്. എന്തുകൊണ്ട് അത് പാലിക്കപ്പെട്ടില്ല? സുപ്രീം കോടതിയുടെ ഇടപെടൽ പോലും പാലിക്കപ്പെട്ടില്ല. അല്ല, ഈ കേസിലെ മഞ്ജുഷേ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ കേസിൽ പ്രകൃതിയുടെ വലിയൊരു ഇടപെടൽ നടന്നിട്ടുണ്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഘട്ടത്തിലും ഈ കേസ് ടോർപ്പിഡ് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ ഘട്ടത്തിലും പുതിയ സാക്ഷികൾ വന്നും പുതിയ സർക്കംസ്റ്റൻസും സ്റ്റേറ്റ് ഓഫ് ഫാക്ട്സും വന്നും ഈ കേസിനെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിക്കാൻ കൃത്യമായിട്ടുള്ള, കാരണം നിസ്സഹായയായ ഒരു പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഒറ്റയാൾ യഥാർത്ഥത്തിൽ അവർ ഒറ്റയ്ക്ക് തന്നെയാണ് പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നത്. നമ്മളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോഴാണ്. അവരുടെ ലൈഫിൽ നമ്മൾ ആ നിലയിൽ പോരാട്ടത്തിലില്ല. അപ്പോൾ പൊതുസമൂഹത്തിന് ഒന്നും ചെയ്യാൻ ഇതിലില്ല. കാരണം ഇത് കോടതിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ സജിൻ നന്ദ്യാട്ടും രാഹുൽ ഈശ്വരും ഇവിടെ പറയുന്നതെല്ലാം ഈ നമ്മൾ പറയില്ലേ, കണ്ണ് കാണാത്ത ഒരാൾ ആനയെ കാണുന്നത് പോലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോട് എനിക്ക് സ്നേഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവസാന നിമിഷം വരെ
തോൽക്കുന്നുള്ള അവസാന നിമിഷം വരെ ഈ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ നമ്മൾ ഹാജരാക്കിയതിൻ്റെ കോടതിയിലിരുന്ന് ഇതെല്ലാം അറിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ലോകത്തിനത് അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഈ ചാനലിലൂടെ ഞാൻ പറയുന്നത്. ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താകും എന്ന് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾക്കുണ്ട്. ഇനി പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് ഇതിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ വിക്ടിമിൻ്റെ ലോയർ എന്ന നിലയിലും പ്രോസിക്യൂഷൻ അസിസ്റ്റ് ചെയ്ത ഒരാളെന്ന നിലയിലുമാണ് ഞാനത് പറയുന്നത്. പക്ഷേ ഈ തെളിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കോടതിയാണ്. നമ്മൾ കോടതിക്ക് വിട്ടുകൊടുക്കുകയാണ്. പിന്നെ ഈ പറയുന്നതൊന്നും നമ്മൾ കഥകളാണല്ലോ. ഇപ്പോൾ വന്നിട്ട് രാഹുൽ ഈശ്വർ ചോദിക്കുകയാണ് 4 പോലീസുകാരുടെ കാര്യം. എന്ത് പ്രസക്തിയാണോ? രാഹുൽ ഒരു അഡ്വക്കേറ്റ് അല്ലേ? നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നടി ആക്രമിച്ച കേസ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോലീസുകാരെ ആക്രമിച്ച കേസിന് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മൾ ടു ദ പോയിന്റ് സംസാരിക്കൂ, അതൊന്നും സംസാരിക്കുക. പിന്നെ ഈ പറഞ്ഞ എന്തൊക്കെയോ തെളിവുകളുണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നത് ഇവരാരും കോടതിയിൽ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ പറയണത്? ഇതൊക്കെ ഹിയർസേ അല്ലേ? ഞാൻ ഒരു തെളിവിനെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ ഞാൻ തയ്യാറുമല്ല. കാരണം ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യും. ഞാൻ എന്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ലോകത്തുള്ള മനുഷ്യരാകെ ഇതിനെ ഭയങ്കരമായി വൈകാരികമായിട്ട് ഈ കാര്യത്തിൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ആ മനുഷ്യരോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ വന്നിരുന്ന് സംസാരിക്കുന്നത്. പക്ഷെ താങ്കൾ തന്നെ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ശ്രീമതി ടി വി ബിനി, താങ്കൾ തന്നെ മുമ്പ് പറഞ്ഞിരുന്നു ആ ഇരയായ പെൺകുട്ടിക്ക് കോടതി മുറിയിൽ ചില തിക്താനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുവാനുള്ള സാഹചര്യം? അതോ ആ ഒരു സമയത്തെ വൈകാരികമായ ഒരു പ്രശ്നം മാത്രമായിരുന്നു അത്? കാര്യങ്ങൾ തുറന്നു പറയുന്നതിനുള്ള വൈഷമ്യങ്ങൾ അല്ലല്ല, അതൊക്കെ കേസ് പോയതല്ലേ മഞ്ജുഷ. അതൊക്കെ കോടതിയിൽ പ്രോസിക്യൂട്ടർ തന്നെ ഹൈക്കോടതിയിൽ കേസ് പോയ കേസാണ്. അതൊന്നും നമ്മൾ ഇനിയിപ്പോൾ ഈ നിമിഷം നമ്മൾ ചർച്ച ചെയ്യേ വേണ്ട. കാരണം നേരത്തെ ജോർജ് സാർ പറഞ്ഞ പോലെ ഒരു ട്രയൽ കോടതി ഈ എവിഡൻസുകളെല്ലാം പരിശോധിച്ച് വളരെയധികം പ്രാധാന്യത്തോടുകൂടി ആ കേസിൻ്റെ ജഡ്ജ്മെൻ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതവർ ആ കോടതി എഴുതട്ടെ, പറയട്ടെ, നമ്മൾ കാത്തിരിക്കാം. ശരി, ശ്രീ സജീദ് നന്ദിയാട്ട്, അതാണ് കോടതിയിൽ നടന്ന കാര്യങ്ങൾ അറിയാതെയാണ് താങ്കളെ പോലുള്ളവർ സംസാരിക്കുന്നത്. ഇപ്പോൾ SSLC പരീക്ഷയ്ക്ക് പോലും പഠിക്കാത്ത രീതിയിൽ ഉറക്കം വിളിച്ച് പഠിച്ചു ഈ കേസിനെ പറ്റി എന്ന് പറയുമ്പോഴും എന്താണ് നടന്നത് എന്നതിനെ പറ്റി, കോടതിയിൽ നടന്നതിനെ പറ്റി ഇപ്പോഴും അജ്ഞതയുണ്ട് താങ്കൾക്ക്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, കോടതിയിൽ നടന്നതിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും ഇവരെല്ലാം തന്നെ ഇതിനു മുമ്പ് ഇവിടെ വിളമ്പിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ചർച്ച നടന്നതല്ലേ ഈ നാട്ടില്. ബാലേന്ദ്രകുമാർ പോലും വന്ന് പറഞ്ഞ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും എല്ലാം ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. നമുക്കറിയാമല്ലോ, ഇതിനകത്ത് സാമാന്യ ബുദ്ധി നമ്മൾ ചിന്തിച്ചാൽ അറിയാം. ഒന്നാമത്തെ വിചാരണ സമയത്ത് ദിലീപിനെതിരെ തെളിവ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ വിചാരണയ്ക്ക് കാര്യങ്ങൾ പോകില്ല സാർ, രണ്ടാമത്തെ FIR ഇടില്ല സാർ. ഇത് മലയാളിക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. നിയമപണ്ഡിതർ എത്രയോ പേര് ഇത് ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നു. കോടതിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം. ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന ഉറപ്പുണ്ടെങ്കിൽ ആ വക്കീലിന് അറിയാം എൻ്റെ പൾസ്. അത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിക്കോട്ടെ, പ്രതിഭാഗമായിക്കോട്ടെ, അവർക്ക് അതിന്റെ പൾസ് അറിയാം സാർ. കോടതിയിൽ കൊടുത്ത തെളിവുകൾ കോടതി കണ്ടിരുന്നിരിക്കാൻ പറ്റില്ല. ആ തെളിവുകൾക്ക് ഹിയർസേ അല്ല, കണ്ടവർ. ഞാൻ പറഞ്ഞല്ലോ, ദിലീപ് ശിക്ഷിക്കപ്പെടും. ഞാൻ ഇപ്പൊ പറയുന്നു, ഐ ബെറ്റ് യു. എപ്പോഴെങ്ങനെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത്? ദിലീപ് പൾസസുനിക്ക് 120B ആണ്, 120 അല്ല, 120B തെളിയിക്കപ്പെടണം. എങ്ങനെ തെളിയിക്കപ്പെടണം? ഇയാൾ ഇത് കൂടാതെ പങ്കാളിയായി, ഇയാളാണ് ഇത് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ദിലീപ് ശിക്ഷിക്കപ്പെടും. അതിന് ആദ്യം വേണ്ടത് ദിലീപും പൾസസുനിയും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് വല്ലതും ഉണ്ടെങ്കിൽ കറക്റ്റാണ് സാർ. പക്ഷേ ഈ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതും കാലം കോടതി ദിലീപിനെ ശിക്ഷിക്കില്ല സാർ. അതിന് ഇവര് പറഞ്ഞുകൊണ്ടിരുന്ന ന്യായങ്ങൾ നമുക്കറിയാം. നമ്മൾ പത്രങ്ങളിലൂടെ എല്ലാം കണ്ടില്ലേ, ചാനലിലൂടെ കണ്ടില്ലേ. 2012 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് എവിടെ? അതിനില്ല. പിന്നെ എന്താ നമ്മൾ കണ്ടത്? ഒരു ജോർജ് ഏട്ടൻ പൂരത്തിൽ ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ ഫേക്ക് അല്ലേ? പിന്നെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾക്കറിയാം, ഒരു കേസിൽ അന്വേഷണം ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ ആ പ്രതിയെ നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരാഴ്ച 2-3 ദിവസത്തിനകം കൂട്ടാളിയെ പറയും. 4.5 മാസം എടുക്കണോ കൂട്ടാളിയെ പറയണമെങ്കിൽ? പറയൂ. എന്റെ ലാഭം ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അബാദ് പ്ലാസയിൽ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന്. ആ നടത്തിയ റൂം പോലും അറിയില്ല. ആ സമയത്ത് പത്രക്കാർ അങ്ങോട്ട് ചോദിക്കുക, ദിലീപ് അന്ന് തിരിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. മഞ്ജുഷ നമ്മൾ ചർച്ചയിൽ പങ്കെടുത്താ, മഞ്ജുഷ മാതൃഭൂമിയിലാന്ന്. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ റൂം പോലെ ഒന്നും അറിയില്ല. അതിന് മുമ്പ് തന്നെ അവരോട് പറയുകയാണ്, ദിലീപും പൾസത്തും ഈ റൂമിലാണ് ഗൂഢാലോചന നടത്തിയെന്ന് പത്രക്കാരോട് മുൻകൂട്ടി പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിരിക്കുന്നത്. ഇങ്ങനെ എത്ര ലാബ്സ് എണ്ണി പറയാം, 100 കണക്കിന് ലാബ്സ് എണ്ണി പറയാം.
കാരണം അതുകൊണ്ട് തന്നെ മഞ്ജുഷ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് SLCക്ക് പോലും ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞ കാര്യം അതുകൊണ്ട്. നന്ദി ശ്രീ കാരണം സജീദ് അന്തയാട്, നന്ദി ശ്രീമതി ടി ബി ബിനി, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ജോർജ് ജോസഫ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: നടിയെ ആക്രമിച്ച കേസ് ദിലീപ് കുറ്റക്കാരനാകുമോ? കുറ്റക്കാരനാകുമെന്ന് 66% പ്രേക്ഷകർ വിശ്വസിക്കുന്നു, ഇല്ല എന്ന് 28%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.